ഓൾ വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 25 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത 25 ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ്? രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് രണ്ടാം അലക്സാണ്ടർ എന്ന് അറിയപ്പെട്ടത്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ആരെയാണ്? പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ശങ്കരാചാര്യരെയാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ചത്. കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന രോഗമേത്? കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്മൃതിനാശക രോഗം അഥവാ അൽഷിമേഴ്സ് രോഗം. അൽഷിമേഴ്സ് രോഗം. അധിചർമ്മം ഉരുണ്ടുകൂടി ചെറിയ മുഴകളാകുന്ന അരിമ്പാറ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? അരിമ്പാറ രോഗത്തിന് കാരണമാവുന്ന സൂക്ഷ്മജീവി വൈറസ് ആണ്. വൈറസ്. ശൃംഗാരഭാവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? ശൃംഗാരഭാവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ക്ലാസിക്കൽ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ചെടികൾ സംഭരിക്കുന്ന അന്നജം ഏത് തരം ഊർജത്തിന് ഉദാഹരണമാണ്? ചെടികൾ സംഭരിക്കുന്ന അന്നജം ഏത് തരം ഊർജത്തിന് ഉദാഹരണമാണ്? രാസോർജം. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആര്? ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജ ആണ്. ധർമ്മരാജ. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും പ്രധാന മലമ്പാത അല്ലെങ്കിൽ ചുരം ഏതാണ്? പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച വിദഗ്ധ സമിതി ഏതാണ്? പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച വിദഗ്ധ സമിതി ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം അത് വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് കായലിലാണ്? മൺട്രോ തുരുത്ത് ദ്വീപ് ഉള്ളത് അഷ്ടമുടി കായലിലാണ്. ഏറ്റവും അധികം ജില്ലകളിലൂടെ ഒഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും അധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദി മൂവാറ്റുപുഴയാറാണ്. മൂവാറ്റുപുഴ റിവർ. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്?
തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എന്ന ആശയം കടമെടുത്തത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? അയർലൻഡ്. പാർലമെന്റിലെ അംഗമല്ലെങ്കിലും പാർലമെന്റിന്റെ ചർച്ചകളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാര്? പാർലമെന്റിലെ അംഗമല്ല, പക്ഷേ പാർലമെന്റിലെ ചർച്ചകളിൽ പങ്കെടുക്കാൻ അധികാരമുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാവും മുമ്പ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? അങ്ങനെയുള്ള ആരാണ് ഉള്ളത്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാവണതിന് മുമ്പ് കേരള ഗവർണറായിട്ടും കൂടി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ആരാണ്? വി ഗിരി. കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ഏത് സംഘടനയുടെ മുൻഗാമിയായിട്ടാണ് വാവൂട്ടു സംഘം അറിയപ്പെടുന്നത്? ഏത് സംഘടനയുടെ മുൻഗാമിയായിട്ടാണ് വാവൂട്ടു സംഘം അറിയപ്പെടുന്നത്? SNDPയുടെ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സഹകരണ സംഘം. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സഹകരണ സംഘം തുടങ്ങാൻ പ്രചോദനമേകിയ നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ കുടുംബാസൂത്രണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ കുടുംബാസൂത്രണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് R.D. കാർവെ ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ എത്ര വയസ്സ് തികയണം? 18 വയസ്സ്. മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുന്നത്? ഭഗവത്ഗീത വരുന്നത് ഭീഷ്മ പർവ്വത്തിലാണ്. ഉത്തിഷ്ഠത ജാഗ്രത എന്ന വാക്യം ഏത് ഉപനിഷത്തിലേതാണ്? ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത് കഠോപനിഷത്തിലേതാണ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ഛിന്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്? ഛിന്നഗ്രഹ ബെൽറ്റ് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്കാണ്. പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ പദാർത്ഥങ്ങൾ ദ്രാവകാവസ്ഥയിൽ നിന്നും നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രതിഭാസം ഏതാണ്? ഉത്പതനം. പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകത്തിലേക്ക് മാറാതെ ഖരാവസ്ഥയിൽ നിന്നും നേരിട്ട് വാതകമായി മാറുന്നു. ആ ഒരു പ്രക്രിയയാണ് ഉത്പതനം. ഒരു പാത്രത്തിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുകട്ട മുഴുവനായും ഉരുകിത്തീരുമ്പോൾ പാത്രത്തിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? ജലനിരപ്പിന് ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്നതാണ് ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പല സെറ്റുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാബ് അസിസ്റ്റൻറ്റ് എക്സാം എന്ന പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വീഡിയോസും കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാം. മാക്സിമം പേർക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് രേഖപ്പെടുത്താം. ഏതെങ്കിലും ആൻസേഴ്സ് തെറ്റായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാം. ശരിയായ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എങ്ങാനും വന്നു പോയാൽ അങ്ങനെ ആഡ് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ശ്രദ്ധിക്കുക.